ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് കാണുമ്പോ തന്നെ ഏടത്തമ്മയ്ക്ക് മനസ്സിലാവും ആശാന എഴുതിയതാണെന്ന്. എന്റെ ആശാനെ ഹൃദയത്തിന്റെ ദാ ഈ ദായല്ല. നീ എന്നെ അക്ഷരം പഠിപ്പിക്കാൻ നിൽക്കല്ലേ. ഇതെങ്ങനെ ശാലിന്റെ അടുത്ത് എത്തിക്കുന്നു പറ. അവളത് ബാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചോളൂ. ഇങ്ങനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിക്ക്. വരട്ടെ ഗോപാലേഷൻ. വേലായുധം ഭക്ഷണം കഴിച്ച് എന്റെ പൈസ ചോദിച്ചിരിക്കുന്നു. കൊള്ളാം. റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ലല്ലോ. ഞാനേ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ശരിയാക്കി തരാം. ആശാനെ ആ നീ എന്താ ഇവിടെ? ഓട്ടോ ഇങ്ങോട്ടായിരുന്നു. ഇടക്കിടക്ക് കിട്ടാറുണ്ട്. ആ നിന്നെ ഒന്ന് ഞാൻ കാണാൻ വേണ്ടിയിരിക്കുന്നു. എന്താ ആശാനെ, എന്തോ കാര്യമുണ്ടല്ലോ? അല്ല ഞാൻ വിചാരിക്കായിരുന്നു നമുക്ക് വല്ല ബീച്ചിലോ പാർക്കിലോ വല്ല പോയിരിക്കായിരുന്നു. അതെന്തിനാ ആശാനെ? എടാ മനസ്സിലൊരു സുഖമില്ലടാ. ഒരു യന്ത്രം പോലെ ഇങ്ങനെ ജീവിച്ചു പോവുക. എന്തു പറ്റി ആശാനെ? എടുത്തേമിട്ടെന്തെങ്കിലും വഴക്കാണോ? എന്റെ പൊന്ന് ചങ്ങാതി, ഉടക്കാനാണെങ്കിലും തമ്മിലൊന്നും സംസാരിക്കണ്ടേ? എപ്പോഴും ജോലി തിരക്കാ. ഇട ജോലി മാത്രം പോരല്ലോ, ജീവിതം കൂടി വേണ്ടേ? ഏയ് ചിലപ്പോ അതൊക്കെ ആശാന് തോന്നിയിരിക്കും ആശാനെ. എനിക്കറിയാവുന്ന ഏട്ടത്തേമെന്ന് പറഞ്ഞാ ആശാന് കഴിഞ്ഞിട്ട് എന്തോ ഉള്ളൂ. അതൊക്കെ ചുമ്മാതെ. അതേ അവൾക്ക് എന്നേക്കാളും ഭർത്താവായിട്ട് ചേരുന്നത് ഫയലുകളാ. എന്നേക്കാൾ കൂടുതൽ നേരം അവളിരിക്കുന്നത് ഫയലുകളുടെ കൂടെ. എടാ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഒരുമിച്ച് ഇരിക്കുക. എടാ പണ്ടത്തെ പോലെ ആളെ കിട്ടണ്ടേ? 24 മണിക്കൂർ ഫയൽ തന്നെ ഫയൽ. അങ്ങനെയാണെങ്കിൽ ആ ഫയലുകൾ വെച്ചുകൊണ്ട് തന്നെ ഇതിന് പരിഹാരം കാണാം. എന്താ പരിഹാരം? ആശാനെ മനസ്സുള്ളതൊക്കെ ഒരു പേപ്പറിലേക്ക് അങ്ങ് എഴുത്. എഴുതാനാ? അതെന്തിന്? ആശ എന്തൊക്കെയാണ് ഏട്ടത്തേമയോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം അങ്ങ് എഴുതണം. പ്രണയം തുളുമ്പുന്ന വാക്കുകളിലൂടെയൊക്കെ അതങ്ങോട്ട് പുറത്തേക്ക് വരട്ടെ. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ എഴുതിയ പ്രേമലേഖനങ്ങളൊക്കെ മനസ്സിലിങ്ങനെ വരുന്നില്ലേ? അതിനാരോട് സ്കൂളിൽ പോയേ? എഴുതാനും വായിക്കാനും പഠിച്ചിറങ്ങുന്നതിന് മുമ്പേ അത് നിർത്തിയില്ലേ? അത് നിനക്ക് അറിയണമല്ലേ? പുറത്തെ മനുഷ്യനെ അതും പറഞ്ഞ് ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ട്. ആശാൻ ഐഡിയ. ആശാനെ ഇതിന് നല്ലൊരു പ്രേമലേഖനം അങ്ങ് എഴുതിക്കേ. എന്ത്? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാന്ന്. ഈ പണ്ട് പഠിച്ചു നടന്നപ്പോ ഈ കാർബൺ പേപ്പർ വെച്ച് പെൺകുട്ടികൾക്ക് കത്തെഴുതി കൊടുത്ത നല്ല എക്സ്പീരിയൻസ് ഉള്ളതാ എനിക്ക്. ആശാനെ പിടിക്ക്. എടേ ഇതൊന്നും ഏക്കൂലടേ. ഏക്കു ആശാനെ, ഉറപ്പാ. കുറിപ്പിന്റെ ഉറപ്പ് എഴുതിക്കോ. അല്ലല്ല കമലിന്റെ ഉറപ്പ്. ഉറപ്പ്. എങ്ങനെ ഇപ്പം തുടങ്ങുക? ഇവിടെ വെച്ചെഴുത്. എന്നാലേ ഒരു തുടക്കം കിട്ടില്ലടാ. ഈ സാധാരണക്കാരൊക്കെ ചക്കരെ പഞ്ചാര മുത്തേ എന്നൊക്കെ പറഞ്ഞാ തുടങ്ങാറ്. പക്ഷെ ഇത് കളക്ടർ അല്ലേ? അല്ല ഈ കൊടുക്കുന്ന ആൾക്ക് അന്തസ്സിലും വായിക്കുന്ന ആൾക്ക് അന്തസ് ഉണ്ടല്ലോ. അത് ശരി. അതുകൊണ്ട് പാട്ട് വെച്ച് തുടങ്ങാം. എന്നാ പിന്നെ താരാട്ടുപാട്ടായാലോ? അപ്പൊ പിന്നെ കടത്തി ഉറക്കാനാണല്ലോ പോകുന്നേ. അച്ഛനെ കത്ത് വായിച്ച് കാര്യങ്ങൾ അറിയിക്കണ്ടേ? നമുക്കേ ഹൃദയ സരസ് പിടിച്ചാലോ? അതാവുമ്പോ പ്രണയവും പുഷ്പവും എല്ലാം ഉണ്ടല്ലോ. ഹൃദയ സരസ? ആ മറ്റേ
ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ. ആശാനെ കേൾക്കുമ്പോ തന്നെ മനസ്സിളക്കും. ബാക്കി കൈ കിട്ടുന്ന പോലെ അങ്ങ് എഴുതിക്കോ ആശാനെ. ഒന്നും കിട്ടില്ലെങ്കിൽ പിന്നെ ആ പാട്ടിന്റെ വരി എഴുതി വെച്ചോ മതി. നല്ല അർത്ഥവത്തായ വരികളല്ലേ. ആശാനെ വായുലല്ല പേപ്പറിലെഴുത്. സരസിലേ. ഞാനിത് ആദ്യായിട്ട് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്തു കുഴപ്പം അച്ഛനെ? നമ്മൾ മുഖത്ത് നോക്കി അറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ കത്ത് മുഖേന അറിയിക്കുന്നു. ഇത് പിന്നെ രാജാക്കന്മാരുടെ കാലം മുതലേ ഈ സമ്പ്രദായം ഇവിടെ നിലനിന്നിരുന്നല്ലേ. അത് പ്രേമലേഖനമല്ല. എന്തോ ആയിക്കോട്ടെ, ഏടത്തമ്മ കാര്യം മനസ്സിലാവണോ? അത്രല്ലേ ഉള്ളൂ. നമുക്കിതിലൊരു ഒപ്പ് കൂടി ഇട്ടാലോ? അച്ഛനെ ആധാർ കാർഡ് കോപ്പിയും കൂടെ വെച്ചേക്ക്. എന്റെ അച്ഛൻ അതൊന്നും വേണ്ട. ഇങ്ങോട്ട് കാണിച്ചേ. ഇത് കാണുമ്പോ തന്നെ ഏടത്തമ്മയ്ക്ക് മനസ്സിലാവും ആശാന എഴുതിയതാണെന്ന്. എന്റെ അച്ഛനെ ഹൃദയത്തിന്റെ ദാ ഈ ദായല്ല. നീ എന്നെ അക്ഷരം പഠിപ്പിക്കാൻ നിൽക്കല്ലേ. ഇതെങ്ങനെ ശാലിന്റെ അടുത്തേക്ക് എത്തിക്കുന്നു പറ. അവളത് ബാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചോളൂ. ഹലോ ആശനെ, ആ ഫയലുകളെല്ലാം കാട്ടറിന്റെ മേശപ്പുറത്തേക്കുള്ളതാ. അതിലേതെങ്കിലും ഒന്നിനകത്ത് ഈ കത്ത് വരണം. ഏട്ടത്തമ്മി കത്ത് വയ്ക്കാൻ യോഗം ഉണ്ടെങ്കിൽ അതിനുള്ള വഴിയും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. കണ്ടില്ല അച്ഛനെ, വഴി തെളിഞ്ഞു വന്നത് കണ്ട? വേഗം ചെന്നാ ഫയൽ എടുത്തു കൊടുക്ക്. കൊടുക്കുമ്പോ അല്ല ഈ കത്ത് കൂടുതൽ വെച്ചേക്ക്. ചെല്ലേ. അയ്യോ ഫയലൊക്കെ വീണാകെ. സൂക്ഷിക്കേണ്ടത് എത്ര വിലപ്പെട്ട ഫയലുകളാണിത്. അല്ല ഞാൻ കൊണ്ടുകൊടുക്കണോ? നിങ്ങൾ തന്നോളൂ. ഇത് എനിക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. സൂക്ഷിച്ചു കൊണ്ടുകൊടുത്തോളൂ. ഇത് സൂക്ഷിച്ചു കൊണ്ടുകൊടുത്തോളൂ. മാഡത്തിന് തന്നെ കൊടുക്കണേ. ഹസനെ സക്സസ്. കൊടുകൈ ആശാനെ. നിന്റെ ഒറ്റ ബുദ്ധി എന്നെ കൊണ്ട് ഈ സാഹസം ചെയ്യിപ്പിക്കുന്നേ. നീ ഇവിടെ തന്നെ ഉണ്ടാവണേ. ആശ പേടിക്കണ്ട ആശാനെ. ആശാന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരൊറ്റ ലെറ്റർ കൊണ്ട് മാറും. തൽക്കാലം റിസൾട്ട് അറിയാൻ ഞാൻ നിൽക്കുന്നില്ല. അത്യാവശ്യം ഒരു ഓട്ടം ഉണ്ട് അച്ഛനെ, ഞാൻ പോണേ. നീ ഇതെവിടെയാ പോണേ? അതിപ്പോ അറിയാനൊന്നുമില്ല. സംഗതിയൊക്കെ ഓക്കെ ആയിരിക്കും.